പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനങ്ങൾ, 11 മുതലുള്ള വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവെന്ന ഏകരക്ഷകന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാനിൻ്റെ പ്രഭാഷണങ്ങളാണ് നാം ഈ കേട്ടത്. പ്രിയ സഹോദരങ്ങളെ, തിരുപ്പിറവി കഴിഞ്ഞിരിക്കുന്നു. പലരും ലോകം മുഴുവനും ക്രിസ്മസിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഒരുക്കങ്ങളായിരുന്നു. ചിലർക്ക് അതൊരു ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം, ഒരു ആഘോഷിക്കാനുള്ള ഒരു ദിവസം, അതിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ചിലരത് കുറച്ചുകൂടെ കടന്ന് വിശ്വാസത്തിൻ്റെ തലത്തിലെടുത്തുകൊണ്ട് ആരാധനക്രമം എന്ന നിലയ്ക്ക് എല്ലാ കൊല്ലവും വരുന്നതാണല്ലോ, ആ നിലയ്ക്ക് വിശ്വാസത്തിൻ്റെ തലത്തിലെടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ചിലർ ഉപവാസം എടുത്തുകൊണ്ടും നോമ്പെടുത്തുകൊണ്ടും തിരുപ്പിറവയ്ക്കായിട്ട് കാത്തിരുന്നവരുണ്ട്. ചിലർ കുറച്ചുകൂടെ കടന്ന് മറ്റ് പല കഠിനമായ രീതികളിലൂടെയും തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരുന്നവരുണ്ട്. തിരുപ്പിറവി സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ ജനിച്ചുവെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാ കൊല്ലവും തിരുപ്പിറവിയുടെ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ സഭയുടെ ആചരണങ്ങളിലെ ഓരോ വർഷം തോറുമുള്ള ഓരോ കാലഘട്ടത്തിനുമുള്ള ആചാരങ്ങൾ, ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം അതിൻ്റേതായ എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. കടന്നു വരുന്ന അതല്ലെങ്കിൽ പുതുതായി വരുന്ന ഓരോ തലമുറയ്ക്കും യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ തിരുപ്പിറവി മുതൽ അവൻ്റെ ഉത്ഥാനം വരെയുള്ള, ഉത്ഥാനത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിനെ കുറിച്ചും സഭയുടെ ഓരോ ദിവസത്തിലും ഓരോ പ്രഘോഷണത്തിലും ഓരോ ആഘോഷത്തിലും സഭ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തന വിരസത നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. എല്ലാ ക്രിസ്മസ് കാലഘട്ടത്തിലും വരുമ്പോൾ പലതരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു പുതപ്പുണ്ടാക്കാം, ഒരു ഉടുപ്പുണ്ടാക്കാം, ഒരു തലയിണ, ഒരു മെത്ത, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നൽകാമെന്ന് നമ്മൾ കേൾക്കുന്ന ഒത്തിരി മെസ്സേജുകൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ എല്ലാ കൊല്ലവും ഇത് തന്നെയാണോ നാം ചെയ്യേണ്ടത്? ഈശോ നമ്മൾ ജനിച്ചിട്ട് ആ യേശു ക്രിസ്തു നമ്മളിൽ വളരുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? യഥാർത്ഥത്തിലുള്ള ഏകരക്ഷകൻ അവനാണെന്ന് പറയുമ്പോൾ അവൻ നൽകുന്ന രക്ഷ എന്താണ്? എന്തിൽ നിന്നാണ് അവൻ നമ്മളെ രക്ഷിക്കുന്നത്? ഈ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ യഥാർത്ഥത്തിൽ നാം രക്ഷ പ്രാപിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്തിൽ നിന്നാണ് യേശു ക്രിസ്തു എനിക്ക് രക്ഷ നൽകുന്നത്? ഞാൻ ആരുടെയും അടിമയല്ല. ഫരിസേയർ ഈശോയോട് പറഞ്ഞതാണ്, ഞങ്ങൾ ആരുടെയും അടിമയല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ആരുടെയും അടിമയല്ല. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. നമ്മൾ ആരുടെയും അടിമയല്ല. പിന്നെ എന്തിൽ നിന്നാണ് എന്നെ സ്വതന്ത്രമാക്കുന്നത്? അതിന് ഉത്തരം കിട്ടാൻ ഒരു മറുചോദ്യം ചോദിക്കണം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഉണ്ണീശോയെ കാത്തിരിക്കുന്നത്? എന്തിനാണ് ഉണ്ണീശോ എന്നിൽ പിറക്കുന്നത് എന്ന് നമുക്കിതൊന്ന് പരിശോധിക്കാൻ പ്രിയ സഹോദരങ്ങളെ. സ്നാപക യോഹന്നാന്റെ ഈ പ്രഭാഷണത്തിൽ തന്നെയുണ്ട്, രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഒന്ന്, ഭക്ഷണമുള്ളവൻ അതില്ലാത്തവനുമായി പങ്കുവയ്ക്കട്ടെ. അമിതമായ പൈസ ഈടാക്കിക്കൊണ്ട്, മറ്റുള്ളവരിൽ നിന്ന് നിയമപ്രകാരമുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഈടാക്കിക്കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യരുത്. കൈക്കൂലി വാങ്ങി നിരപരാധനെ കുറ്റം വിധിക്കരുത്. സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് മനുഷ്യന് സാധ്യമല്ല. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കണ്ടു, ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളും ഒരുമിച്ച് ടെൻ്റടിച്ച് കൂടാരങ്ങളടിച്ച് ഒരുമിച്ച് വസിക്കുന്നു. അവർ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ദൈവം അവരോടൊപ്പം വസിച്ചിരുന്നു. മേഘത്തണലിലും അഗ്നിസ്തംഭത്തിലും അവരെ നയിച്ചിരുന്നു. ദൈവം അവരോട് കൂടെ നയിച്ചിരുന്നു. അവർക്ക് അവരോടൊപ്പം വസിക്കാനായിട്ട് സാക്ഷി കൂടാരങ്ങളും സാക്ഷ്യ പേടകമുണ്ടാക്കി ദൈവം അവരുടെ മധ്യ വസിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും ഒരേപോലത്തെ മന്ന എന്ന ഭക്ഷണമായിരുന്നു അവർ കഴിച്ചിരുന്നത്. അവരെല്ലാവരും പാനം ചെയ്തത് ആത്മീയ ജലം, ദൈവം കൊടുത്ത, ദാഹിച്ചപ്പോൾ ദൈവം കൊടുത്ത ജലമുണ്ട്. പാറയിൽ മോശ അടിച്ചുകൊണ്ട് അവിടെ നിന്ന് വന്ന പുറപ്പെട്ട ജലം അവർ കുടിച്ചു. അവരെല്ലാവരും ഒരു കടലിലൂടെയാണ്, ആ രണ്ടാക്കി മാറിയ ചെങ്കടലിൻ്റെ നടുവിലൂടെയാണ് അവർ കടന്ന് അക്കരെ എത്തുന്നത്. ദൈവം നൽകിയ കാനാൻ ദേശത്ത് അവർ എത്തിച്ചേരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതിലൊരു കൂട്ടായ്മ ബന്ധം കാണുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല,
അവനുമായി ഗാഢബന്ധം പുലർത്തിയിരുന്ന ദൈവം തന്നെയായ പുത്രനായ യേശുക്രിസ്തുവാണ് അവനെ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഗാഢബന്ധം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവം, ഏക ദൈവമാണ്. ആ ഏക ദൈവത്തിലുള്ള 3 ആളുകളാണിത്. മനുഷ്യർ കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് 3 ആളുകൾ എന്ന് പറയുമ്പോൾ 3 പേര് കൂടിയിട്ടുള്ളതാണ് ഒരു ദൈവം എന്നുള്ളത്. പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അദൃശ്യനാണ്. അവൻ്റെ വചനമാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി മാംസം ജനിച്ച യേശുക്രിസ്തു. അവൻ്റെ ഉത്ഥാനത്തിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നെല്ലാവരിലും വ്യാപിക്കുന്നു. ഇതാണ് ത്രിത്വത്തിൻ്റെ ഐക്യവും പ്രവൃത്തികളും നാം കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് യേശുക്രിസ്തു ജനിച്ചത്? രക്ഷ നൽകാൻ. എന്തിൽ നിന്നാണ് രക്ഷ നൽകേണ്ടത്? പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒരു കൂട്ടായ്മ അനുഭവം ദൈവം നൽകിയിരുന്നെങ്കിലും പിന്നീട് അവർ വളർന്ന് വലുതായപ്പോൾ, ജനസംഖ്യകൾ പെരുകിയപ്പോൾ അവർക്ക് രാജാവായി ന്യായാധിപന്മാരെ, അതിനുശേഷം രാജാവായി പ്രവാചകന്മാരെ മാറ്റി നിർത്തി ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രവാചകന്മാർ ഉപയോഗിച്ചു തുടങ്ങി. എങ്കിലും സോളമനിലൂടെ പണിതീർത്ത ജെറുസലേം ദേവാലയം നൽകിക്കൊണ്ട് ദൈവം അവരുടെ മധ്യ വസിച്ചുകൊണ്ട് ഐക്യത്തിലും കൂട്ടായ്മയിലും വളരുവാൻ അവർക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും നൽകിക്കൊണ്ട് ദൈവം എപ്പോഴും അവരെ നയിച്ചിരുന്നു. അപ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിരുന്നില്ല. ജനങ്ങൾക്ക് അറിയുന്നില്ല എന്താണ് ദൈവം നൽകുന്നത്. ഒരു രക്ഷയ്ക്ക് വേണ്ടി, ഒരു രക്ഷകന് വേണ്ടി അവർ കാത്തിരുന്നിരുന്നു. യേശുക്രിസ്തുവിൽ അത് പൂർണ്ണമാവുകയാണ്, പൂർത്തിയാവുകയാണ് സുവിശേഷത്തിലൂടെ. അവൻ വന്നു, അവൻ വന്നിട്ട്, അവൻ പിറന്നിട്ട്, അവൻ എന്ത് ചെയ്തു? അവൻ നൽകി. അവനുള്ളതൊക്കെ എന്തൊക്കെയാണോ അവൻ നൽകി. മുടന്തന് സൗഖ്യം കൊടുത്തു, അന്ധന് കാഴ്ച കൊടുത്തു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, അപ്പമില്ലാതായപ്പോൾ വിശന്നപ്പോൾ അപ്പം വീതിച്ച് ഭാഗിച്ച് സകല മക്കൾക്കും വയറു നിറയോളം കൊടുത്തു. തനിക്കുള്ളത് എന്താണോ അത് മുഴുവൻ അവന് നൽകി. തനിക്ക് കിട്ടിയത് എന്താണോ അത് മുഴുവൻ എല്ലാവർക്കും അവൻ വീതിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണ് അവൻ വന്നിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നൽകുവാൻ അവൻ പഠിപ്പിക്കുകയാണ്. അവൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, അവൻ വന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെയും അഗ്നിയുടെയും സ്നാനം നമുക്ക് ആവശ്യമുള്ളത്? മനുഷ്യനിൽ വളർന്നിരിക്കുന്ന സ്വാർത്ഥത, സ്വന്തമായി നേടണം, സ്വന്തമായി ചുരുക്കു കൂട്ടണം, സ്വന്തമായി സ്വത്തുക്കൾ കൂട്ടിവെക്കണം, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും വേണ്ടി, ഈ സ്വാർത്ഥ ചിന്ത മനുഷ്യന് വളർന്നു. അവൻ നൽകുന്നില്ല, നൽകാൻ അവന് മടിയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മ ശക്തി തന്നെ വേണം. കാരണം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി തന്നെ നമുക്കുണ്ടാവണം. എങ്കിലേ ആ ഒരു പരസ്പര സ്നേഹത്തിലേക്ക് മനുഷ്യൻ വളരുകയുള്ളൂ. ഇത് അത്യാവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെതായ സകല അശുദ്ധികളും പേര് നടക്കുന്നവൻ, അവന് വിശുദ്ധീകരിച്ചുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തിലെ അടുത്ത ഘട്ടമായ, മനുഷ്യൻ്റെ അടുത്ത ഘട്ടമായ അരൂപിയാലാം പ്രാപിച്ചുകൊണ്ട്, അരൂപിയാലാം നിറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ ഒന്നായി ചേരണം. അങ്ങനെ ദൈവത്തിൽ ഒന്നായി ചേരണമെങ്കിൽ, സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ആ ദൈവത്തിൽ മനുഷ്യൻ ഒന്നായി ചേരണമെങ്കിൽ അവനിൽ സ്നേഹമുണ്ടായിരിക്കണം. പരസ്പര സ്നേഹവും ദൈവസ്നേഹവും അവനിൽ ഉണ്ടായിരിക്കണം. അതിന് തക്കവണ്ണം അവനെ യോഗ്യനാക്കാനുള്ള പാഠ്യപദ്ധതിയായിട്ടാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. ഈ വചനങ്ങൾ വായിച്ചുകൊണ്ട്, ഈ വചനത്തിൽ വളർന്നുകൊണ്ട് അവൻ തൻ്റെ സ്നേഹം പരസ്പരം പങ്കുവെക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ഹിതമായിരുന്നത്. അതുകൊണ്ടാണ് അന്ത്യവിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നുവോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചുവോ? ഞാൻ രോഗിയായിരുന്നു, എന്നെ ചികിത്സിച്ചുവോ? ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചുവോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചുവോ? ഇത് പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ശുശ്രൂഷകളാണ് ചെയ്തതോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വലതു ഭാഗത്തേക്കും, ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിത്യനരകത്തിലേക്ക് വേണ്ടി ഇടതുഭാഗത്തേക്ക് നിങ്ങൾ നീക്കി നിർത്തപ്പെടും. പ്രിയ സഹോദരങ്ങളെ, വലതു ഭാഗത്തായിരിക്കണം നമ്മളെല്ലാവരും. അതിനുവേണ്ടി പരസ്പരം നൽകാൻ തയ്യാറുള്ളവരായിരിക്കണം. നൽകുന്നതിൽ ശ്രേഷ്ഠത ഉണ്ടായിരിക്കണം. നിത്യപുരോഹിതന്റെ പ്രാർത്ഥനയുണ്ട് ഈശോയുടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 21 മുതലുള്ള വചനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ? യേശുക്രിസ്തു ദൈവപിതാവും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ
നമ്മളും മറ്റു മനുഷ്യർ തമ്മിൽ പരസ്പരം ഒന്നായിരിക്കുവാനും അങ്ങനെ നമ്മൾ ദൈവത്തിൽ ഒന്നായിരിക്കാനും വേണ്ടി നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന സഫലമാക്കണം നമുക്ക്. പെന്തക്കുസ്താക്ക് ശേഷം അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം കാണുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹായും പത്രോസും വിശുദ്ധ പത്രോസും കൂടെ സുന്ദര കവാടത്തിലിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിലിരുന്ന മുടന്തനെ സുഖപ്പെടുത്തിയത്. ആ മുടന്തനോട് പറയുകയാണ്, ഒരു ഭിക്ഷക്കാരനവനിരിക്കുകയാണ്. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, പത്രോസും യോഹന്നാനും പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എണീറ്റ് നടക്കുക. ദൈവത്തിന്റെ ശക്തി അവർക്കുണ്ടായിരുന്നു. അവരത് നൽകി അവനെ സുഖപ്പെടുത്തി. അപ്പസ്തോല പ്രവർത്തനം നാം കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിലെ പെന്തക്കുസ്താക്ക് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ കാണുന്നുണ്ട്. വിശ്വാസികളുടെ സമൂഹം 32-ാമത്തെ വചനം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ എത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള രക്ഷ നൽകാനാണ് യേശു ക്രിസ്തു ഇന്ന് നമ്മളിൽ പിറന്നിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. സ്വാർത്ഥ ചിന്തയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ നമ്മളെ നയിക്കുന്നു, രക്ഷ നൽകുന്നു. ഇന്ന് മനുഷ്യൻ, ഓരോ വ്യക്തിയും അധ്വാനിക്കുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് നൽകട്ടെ, ഇല്ലാത്തവന് നൽകട്ടെ, ഭക്ഷണമുള്ളവൻ അത് മറ്റില്ലാത്തവനുമായി പങ്കുവെക്കട്ടെ എന്ന് പറഞ്ഞ സ്നാപക യോഹന്നാന്റെ വചനങ്ങൾ വായിക്കുന്ന ഓരോ കത്തോലിക്കനും ക്രിസ്ത്യാനിയും ഇന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കുള്ള രണ്ടുടുപ്പ് 4 തരണേ എന്ന്, എനിക്കൊരു വീടുണ്ട് അത് 2 തരണേ എന്ന്. ഒരു വീടുള്ളവൻ 2 വീടുണ്ടാക്കുന്നു, അതും പോരാഞ്ഞിട്ട് വീണ്ടും അധ്വാനിക്കുന്നു. അവന് ഭയമാണ്, ഈ പൈസ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ സ്വന്തമാക്കുന്ന, എനിക്ക് ആവശ്യമായതിൽ കവിഞ്ഞ് ഞാൻ സ്വന്തമാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവൻ്റെ ഒരു അവസരമാണ് നാം നഷ്ടപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയണം. ഒരു വീടുള്ള ഞാൻ വീണ്ടും 2ാമതൊരു വീടിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി ഞാൻ പൈസ മുടക്കുമ്പോൾ, ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ മറ്റൊരുവിന് ലഭിക്കേണ്ട വീടോ സ്വത്തോ പറമ്പോ ആണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഉള്ളവൻ ഇല്ലാത്തവന് നൽകാൻ തയ്യാറാവണം. വീടുള്ളവൻ 2 ഒന്നില്ലാത്തവന് കൊടുക്കാൻ തയ്യാറുണ്ടാകുമോ? മാനസികമായിട്ട് മാനുഷികമായിട്ട് നമുക്കത് സാധിക്കില്ല. അതിനാണ് പരിശുദ്ധാത്മ ശക്തി നമുക്ക് വേണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഉള്ളത് ഡബിളാക്കാനും ത്രിബിളാക്കാനും അല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവസന്നിധിയിൽ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ മക്കളുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ കൈനീട്ടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നീതിപൂർവമാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, അതോ ഉള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടി അതിനുമേൽ കുന്നുകൂട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ എൻ്റെ പ്രാർത്ഥന എങ്കിൽ അത് ദൈവം സ്വീകരിക്കുന്നൊരു പ്രാർത്ഥനയല്ലെന്ന് നീ മനസ്സിലാക്കുക. നീ സ്വർഗരാജ്യമല്ല നീ നേടിവെക്കുന്നത്, നരകരാജ്യമാണ് നീ നിനക്കായി സമ്പാദിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 1 കൊരിന്തോസ്കാർക്ക് ലേഖനം 15-ാം അധ്യായത്തിൽ 10-ാം അധ്യായത്തിലെ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഹിതം ഇതാണ്. ദൈവമക്കളെല്ലാവരും, വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് കൂട്ടായി ജീവിക്കണം. അവരെല്ലാവരും അവർക്ക് ഉള്ളതെല്ലാം ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കണം. അങ്ങനെ സമാനത എല്ലാത്തിലും ഉണ്ടായിരിക്കണം, സന്തുലിതാവസ്ഥ എല്ലാവരിലും ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെതാണ്. അത് കൈയടക്കി വെച്ച് വലിയ ആളാകാനും നേട്ടം കൊയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനും അല്ല നാം അത് ഉപയോഗിക്കേണ്ടത്. അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലെന്ന് ഓർക്കുക. പ്രിയ സഹോദരങ്ങളെ, പുറപ്പാടിൽ തുടങ്ങി വെച്ച് പഴയ നിയമത്തിലുടനീളം അത് വെളിപ്പെടുത്തി തന്ന, പല സന്ദർഭങ്ങളിലൂടെയും വെളിപ്പെടുത്തി തന്നത്, സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിനെ പ്രകടിപ്പിച്ച് തന്നെ സ്വന്തം നൽകി, സ്വന്തം ശരീരവും ജീവനും സകല മക്കൾക്കും വേണ്ടി അവൻ ബലികഴിച്ചു. അങ്ങനെ അവൻ അത് പ്രകടമാക്കി. പെന്തക്കുസ്താക്ക് ശേഷം അപ്പസ്തോല പ്രവർത്തനത്തിൽ പ്രകടമായ ആ ഒരു അവസ്ഥയിലേക്ക്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് അവർ കടന്നുവന്ന് തങ്ങൾക്കുള്ളതെല്ലാം സ്വന്തമായി കരുതാതെ ഇല്ലാത്തവരുമായി പങ്കുവെച്ചുള്ള ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അവർ ആരംഭിച്ചു. ഇതിനെയാണ് പ്രിയ സഹോദരങ്ങളെ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നത്.
നവീകരണം ഒരു പ്രസ്ഥാനമല്ല, കരിസ്മാറ്റിക് ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്. ഉള്ളതെല്ലാം പങ്കുവെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിതശൈലി ഇന്ന് ലോകത്ത് പല ഭാഗത്തും അതുണ്ട്. ഇന്ന് നമ്മൾ ഒരു കരിസ്മാറ്റിക്കാരും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഓരോ വ്യക്തിയും ധ്യാനം കൂടുന്നത്, ഓരോ വ്യക്തിയും കരിസ്മാറ്റിക്കിലേക്ക് വരുന്നത്, ഓരോ വ്യക്തിയും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത് അവൻ്റെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അവനുള്ളത് പങ്കുവയ്ക്കാനുള്ള കൃപ തരണമെന്ന് ആരും പ്രാർത്ഥിക്കുന്നില്ല. അധികം ആരും പ്രാർത്ഥിച്ച് കേട്ടിട്ടില്ല. എനിക്ക് 2 വീടുണ്ട്, ഞാനതൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ. ബുദ്ധിമുട്ടാണ്. 2 ഉടുപ്പുള്ള ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവന് കൊടുക്കും. ആദ്യം അതൊന്ന് കൊടുത്ത് പഠിക്കട്ടെ, അപ്പോഴേ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ദൈവം നമുക്ക് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്, അറിവുകൾ തന്നിട്ടുണ്ട്, സമ്പാദ്യം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, കോൺടാക്റ്റുകൾ, സ്വാധീനങ്ങൾ തന്നിട്ടുണ്ട്, ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം നമുക്ക് നൽകിയ സകലതിനെയും അതില്ലാത്തവരുമായി സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളത് പ്രവർത്തിക്കാനും ആ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ഇല്ലാത്തവനെ നോക്കി പുച്ഛിക്കുവാനും ഉള്ളവനെ ബഹുമാനത്തോടെ പഞ്ചപുച്ഛമടക്കി അവൻ്റെ മുന്നിൽ നിൽക്കാനും അല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റുള്ളവൻ്റെ സമ്പത്ത് കണ്ട് അതുപോലെ എനിക്കും ഉണ്ടാവുന്ന ആഗ്രഹത്തോടുകൂടി സകല ഏത് വൃത്തികെട്ട പരിപാടികളും ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള അധ്വാനത്തിനല്ല ദൈവം നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അത് സ്വാർത്ഥതയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള രക്ഷയാണ് അവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ രക്ഷയുടെ അനുഭവത്തിൽ വളരുന്നവനെയാണ് സ്വർഗത്തിലേക്ക് ദൈവം മാനിയിക്കുന്നത്, അവൻ്റെ വലത്തുഭാഗത്തേക്ക് നീക്കി നിർത്തപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ എല്ലാ ക്രിസ്മസിനും ഉണ്ണീശോയെ വരവേൽക്കാൻ നമ്മൾ ഉപവാസങ്ങളും നോമ്പുകളും അല്ല എടുക്കുന്നത്, മറിച്ച് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ എത്ര കണ്ട് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്തു കൊടുത്തുകൊണ്ട് ഉണ്ണീശോയ്ക്ക് നാം ബോധ്യപ്പെടുത്തി കൊടുക്കണം യേശു എന്നിൽ വളരുന്നുണ്ട് എന്നുള്ളത്. മുമ്പ് പിറന്ന യേശു ക്രിസ്തു എന്നിൽ ഇപ്പോൾ വളരുന്നുണ്ട് എന്ന് നാം ബോധ്യപ്പെടുത്തണം. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥമായ രക്ഷകൻ്റെ പിറവിയുടെ സന്ദേശം ഇതാണ്: പകുത്ത് നൽകുക, ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് നൽകി ജീവിക്കുക. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ജീവൻ അർപ്പിക്കാൻ നമ്മൾ തുനിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും അത് ആവശ്യമായി വന്നപ്പോൾ ഭക്ഷണമില്ലാത്തവനെ കണ്ടെത്തി അവന് ഭക്ഷണം കൊടുക്കാനും, സാമ്പത്തികമായി ക്ലേശിക്കുന്നവനെ കണ്ടെത്തി ഏതെങ്കിലും തരത്തിൽ അവന് പൈസ ഒരുക്കി കൊടുക്കുവാനും, ചികിത്സ ലഭിക്കാത്തവന് ചികിത്സ ലഭ്യമാക്കാനും, അയൽക്കാരിൽ പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, സങ്കടത്തിലിരിക്കുന്നവരുണ്ട്, ഭയത്തിലിരിക്കുന്നവരുണ്ട്, നിസ്സഹായാവസ്ഥയിലിരിക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് അവരെ ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, വിശ്വാസത്തിൽ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും അവരുടെ ആവശ്യങ്ങളിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിൽ യേശു ക്രിസ്തു ഉണ്ട് സഹോദരങ്ങളെ. അവൻ വളരുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാം. അതോ ഞാൻ ഉള്ള സമ്പാദ്യം ഇരട്ടിയാക്കാനാണോ ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിങ്ങൾ അപകടകരമായ വഴിയിലാണെന്ന് മനസ്സിലാക്കുക. പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ഈ വചനങ്ങളിലുള്ള ദൈവിക ജീവൻ നമ്മളിൽ നിറഞ്ഞ് നമ്മളിൽ പിറന്നിരിക്കുന്ന യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മൾ വളരുവാനായിട്ട് പകത്ത് നൽകിയവനായ അവനെ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഒന്നും കരുതാതെ സകലതും മറ്റുള്ളവരുമായി ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള വലിയ ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനവൻ്റെ പരിശുദ്ധാത്മ സ്നാനം നമുക്ക് ആവശ്യമുണ്ട്. അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ സ്നാനം നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ നാം തുടരുമ്പോൾ, ഒരു കുടുംബം ചെയ്യുമ്പോൾ മറ്റു കുടുംബം അത് കണ്ടുകൊണ്ട് അത് അവർ പരിശീലിക്കുമ്പോൾ, ഈ ലോകത്തുള്ള 2 ഭാഗമെങ്കിലും ഇതുപോലെ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ജീവിക്കുമ്പോൾ ഈ ലോകം തന്നെ ഒരു സ്വർഗമായി മാറുകയാണ്. മറ്റൊരു സ്വർഗരാജ്യമല്ല, പിന്നെ ഈ ലോകം തന്നെ സ്വർഗരാജ്യമായി മാറുകയാണ്. അതാണ് ഈ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നതും. ലോകം എന്ന് പറയുന്നത് നിലനിൽക്കാത്ത സ്വാർത്ഥ ചിന്തയും ദുരുപദേശങ്ങളും ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളുമുള്ള അവസ്ഥകൾ. അത് മാറുകയാണ്, അതില്ലാതാവുകയാണ്. പിന്നെ ഇവിടെ സ്വർഗരാജ്യം തന്നെയാവുകയാണ്. ദൈവം ആഗ്രഹിച്ച ആ സ്വർഗരാജ്യം എത്രയും പെട്ടെന്ന് വന്നെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട വചനങ്ങൾ നിങ്ങളിൽ ആത്മാവും ജീവനുമായി നിറയട്ടെ, നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, നിങ്ങളെ സൗഖ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി വചനങ്ങൾ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.